6 തവണ ആര്യാടൻ മുഹമ്മദ് അവിടെ വിജയിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ UDFന് വളരെ കോൺഫിഡൻ്റായി മത്സരിക്കാവുന്ന ഒരു മണ്ഡലം തന്നെയാണ് നിലമ്പൂർ. എന്നു മാത്രവുമല്ല, ഒന്നാമത്തെ അനുകൂലമായ ഘടകം എന്താണ്? ആരാണ് UDFനെ അവിടെ തറപറ്റിച്ചത്? PV അൻവറാണ് 2016. ആ PV അൻവർ ഇപ്പോൾ എവിടെയാണ്? PV അൻവർ ഇപ്പോൾ UDFനോടൊപ്പമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായി PV അൻവറിനെ പോലൊരു നേതാവ് മറുകണ്ഠത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ അനുകൂലമായിട്ട് UDFന് അവിടെ ഭവിക്കേണ്ടതാണ്. അപ്പോൾ UDFന് അത് മുതലാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമതൊരു ഫാക്ടറുണ്ട്. 2021 2700 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ PV അൻവർ വിജയിച്ച് കയറുന്നത്. ആ സമയത്ത് 2021 അവിടെ മറ്റൊരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. അയാൾ SDPIയുടെ ബാബു മണി എന്ന സ്ഥാനാർത്ഥിയാണ്. SDPIയുടെ ബാബു മണി അവിടെ പിടിച്ച എത്ര വോട്ടാണെന്നറിയാമോ? 3281 വോട്ട് SDPI 2021 നിലമ്പൂർ മണ്ഡലത്തിൽ പിടിച്ചു. എന്നാൽ ഇപ്പോൾ SDPIയുടെ പൊളിറ്റിക്കൽ പൊസിഷൻ എന്താ? SDPIയുടെ പൊളിറ്റിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത് പാലക്കാട് നമ്മൾ കണ്ടതുപോലെ UDFന് അനുകൂലമായിട്ടാണ്. അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വിജയിച്ചു വന്നപ്പോൾ അതിൻ്റെ ക്ലെയിം വെച്ചുകൊണ്ട് പ്രകടനം നടത്തിയില്ലേ? അപ്പം ബാബു മണി 3281 വോട്ട് പിടിച്ചു മാറ്റുമ്പോഴാണ് 2700 വോട്ടിന് അവിടെ PV അൻവർ ജയിക്കുന്നത് എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ SDPI എന്ന് പറയുന്ന ആ സംഘടന UDFന് അനുകൂലമായി നിലപാടെടുത്താൽ അതും അനുകൂലമായ ഘടകമാണ്. ആ അർത്ഥത്തിൽ 2 ഘടകങ്ങൾ അനുകൂലമായിട്ട് ഇപ്പോൾ തന്നെ നിലമ്പൂരിൽ UDFന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് PV അൻവറിൻ്റെ സാന്നിധ്യം, 2 SDPIയുടെ അനുകൂലമായ UDF അനുകൂലമായ നിലപാട്. അപ്പോൾ ആ അർത്ഥത്തിൽ UDF ഇവിടെ വിജയിച്ചു വരേണ്ടതാണ്. അനിവാര്യമായും UDFന് വിജയിക്കാവുന്ന ഒരു സാഹചര്യവും അവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്.